നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 ഉത്രാടം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. 2026 വിഷുഫലം, അത് ഉത്രാടം നക്ഷത്രത്തിന്റെ. അപ്പോ 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അന്നാണ് സാധാരണ നാം വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം 2026 ഏപ്രിൽ 15 വിഷു വരുന്നത്. കാരണം സൂര്യോദയം നേരത്തെ നടക്കും. എന്നാൽ സൂര്യന്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമണം അത് രാവിലെ 9 മണിക്കാണ്, 9:34. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ആ സമയത്തെ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് നക്ഷത്രങ്ങളെ പഞ്ചാംഗ വിധിപ്രകാരം 2026 പഞ്ചാംഗ വിധിപ്രകാരം രണ്ടായാണ് തരംതിരിച്ചേക്കുന്നത്. രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലമെന്നും, ശൂലത്തിൽ വരുന്ന നക്ഷത്രമെന്നും, മറ്റൊന്ന് ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രമെന്നാണ് വേർതിരിച്ചിട്ടുള്ളത്. അതിൽ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളെ ആദിശൂലമെന്നും മധ്യശൂലമെന്നും അന്ത്യശൂലമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങളെ ആദിഷഡ്ഗമെന്നും മധ്യഷഡ്ഗമെന്നും അന്ത്യഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷഡ്ഗത്തിൽ 18 നക്ഷത്രങ്ങളും ശൂലത്തിൽ 9 നക്ഷത്രങ്ങളുമാണ് വരുന്നത്. അപ്പോ ഈ 9 നക്ഷത്രങ്ങൾ ശൂലത്തിൽ വരുന്നുണ്ട്, 18 നക്ഷത്രങ്ങൾ ഷഡ്ഗത്തിലും വരുന്നുണ്ട്. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക്, 18 നക്ഷത്രങ്ങൾക്ക് വിഷുഫലം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ ശൂലത്തിൽ വരുന്ന 9 നക്ഷത്രങ്ങൾക്ക് അത്ര ഗുണകരമല്ല ഈ വിഷുഫലം. കാരണം എല്ലാ നക്ഷത്രക്കാർക്കും, ഈ 27 നക്ഷത്രക്കാർക്കും വിഷുഫലമായി എല്ലാവർക്കും നല്ലത് തന്നെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ നക്ഷത്രങ്ങളെയാണ് ശൂലത്തിൽ പെടുത്തിയിരിക്കുന്നത്. അതിനെ തന്നെ ആദിശൂലം, അന്ത്യശൂലം, മധ്യശൂലം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന നക്ഷത്രം ഉത്രാടം നക്ഷത്രവും. അപ്പൊ ഉത്രാടം നക്ഷത്രം വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരം അന്ത്യഷഡ്ഗത്തിലാണ് വരുന്നത്. അന്ത്യഷഡ്ഗം, അവസാനത്തെ ഷഡ്ഗത്തിലാണ് ഈ ഉത്രാടം നക്ഷത്രം വരുന്നത്. അപ്പോൾ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് വിഷുഫലം ഇവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ അന്ത്യഷഡ്ഗത്തിൽ ആണെങ്കിലും ഏത് ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഉന്നമനമാണ് വിഷുഫലമായി ഉണ്ടാകുന്നത്. ഇവരെ സംബന്ധിച്ച് സമൂഹത്തിലും ജോലിസ്ഥലത്തും ഇവർക്ക് ഉന്നത സ്ഥാനങ്ങളും പദവികളും കിട്ടാനായിട്ട് സാധ്യത കൂടുതലായി വരുന്ന ഒരു സമയമാണ് കാണുന്നത്. അതായത് വിഷുഫലമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് പല പദവികളിലും എത്താൻ കഴിയുന്നതാണ്.
രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് ജനസമ്മതി വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങൾ അവർക്ക് കിട്ടാൻ സാധിക്കും ഈ വിഷുഫലമായിട്ട്. രാഷ്ട്രീയക്കാർക്ക് അതായത് പല സ്ഥാനങ്ങളും ഇവർക്ക് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഇല്ല കേട്ടോ, ഉത്രാട നക്ഷത്രക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇവർ ഇലക്ഷൻസ് നിൽക്കുന്നവരാണെങ്കിൽ, അത് മത്സരത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഇവർക്ക് ഇലക്ഷനിൽ ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇവരെ ജനം അംഗീകരിക്കുന്ന ഒരു സമയമാണ് വിഷുഫലമായി ഉണ്ടാവുന്നത്. ജനങ്ങളുടെ പിന്തുണ ഇവർക്ക് കിട്ടുകയും ചെയ്യും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഈ വിഷുഫലമായി അവരിലേക്ക് വന്നു ചേരും. പല ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഈ വിഷുഫലമായി വന്നു ചേരുന്നതാണ്. അധികാരലബ്ധി ഉണ്ടാകുന്നതാണ്. അധികാരസ്ഥാനങ്ങളിൽ എത്താനൊക്കെ ഇവർക്ക് കഴിയുന്നതാണ്. അധികാരലബ്ധി ഉണ്ടാകും. പുതിയ പദവികളിലൊക്കെ ഇവരെത്തിച്ചേരും. പുതിയ പുതിയ പല പദവികളിലും ഇവർക്ക് എത്തിച്ചേരാൻ ഈ വിഷുഫലമായി കഴിയുന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇവർക്ക് ഉണ്ടാകാവുന്ന സമയമാണ് വിഷുഫലമായി വരുന്നത്. ഐശ്വര്യം, സാമ്പത്തിക ഉന്നമനം എന്നിവയും ഇവർക്ക് ഉണ്ടാവുന്നതാണ്. മേലാധികാരികളുടെ പ്രശംസ കിട്ടാനിടവരും. ഈ രാഷ്ട്രീയക്കാരല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മേലാധികാരികളുടെ പ്രശംസ കിട്ടാൻ ഇവരെ സംബന്ധിച്ച് ഈ വിഷുഫലമായി ഇടവരുന്നതാണ്. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇവർക്ക് മാറിക്കിട്ടും. സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവത്തിലുള്ളവരാണ് എങ്കിൽ അവരെ സംബന്ധിച്ച് ഈ വിഷുഫലമായി അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമായിരിക്കും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാവുന്ന സമയമായിരിക്കും. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ദൃഢമാകുന്ന ഒരു സമയമാണ്. ശത്രുദോഷങ്ങൾ, ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിൽ ശത്രുദോഷങ്ങളും ഇവർക്ക് അകന്നു പോകുന്ന സമയമായിരിക്കും വിഷുഫലം തരുന്നത്. സഹോദര ബന്ധങ്ങൾക്ക് അടുപ്പം കൂടുകയും ചെയ്യും. സഹോദരന്മാരുമായി അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരുമായി ഒക്കെ അടുപ്പം കൂടുന്ന ഒരു സമയമായിരിക്കും. അന്യരിൽ നിന്ന് പോലും ഇവർക്ക് സഹായങ്ങൾ കിട്ടുന്ന അവസ്ഥയുണ്ടാവും. അവരെ ഒരിക്കലും അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്നൊക്കെ ഇവർക്ക് സഹായങ്ങൾ വന്നു ചേരുന്ന സമയവും ഉണ്ടാവും. അന്യരിൽ നിന്ന് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങളും കിട്ടാനിടയുണ്ട്. മംഗളകർമ്മങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുക്കാൻ ഇടവരും. മംഗളപരമായ കാര്യങ്ങൾക്ക് നേതൃത്വപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവർക്ക് ഇടവരുന്നതാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ വിവാഹങ്ങൾ നടത്തി കൊടുക്കുവാനോ അല്ലെങ്കിൽ വിവാഹം നടക്കാനോ ഇവരെ സംബന്ധിച്ച് സമയം ഈ വിഷുഫലമായി സമയം ഉണ്ടാവുന്നതാണ്. പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് പ്രേമാനുഭവങ്ങൾ വിജയത്തിലെത്താനും അത് വിവാഹത്തിൽ കലാശിക്കാനും സാധിക്കുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർ വിചാരിക്കാതെ തന്നെ പല നല്ല അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഇവർക്കൊരു ആത്മവിശ്വാസം, ഒരു പോസിറ്റീവ് എനർജി ഇവർക്ക് ഈ വിഷുഫലമായി ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ 2026 വിഷുഫലം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ അവർക്ക് കൈവരുന്ന ഒരു സമയമായിരിക്കും എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്.
അപ്പൊ എല്ലാവർക്കും, ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും നല്ല വിഷുഫലം കിട്ടട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.